മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പത്തനംതിട്ട പീഡന കേസിൽ എണ്ണം എഫ്ഐആറിൻ്റെ എണ്ണം 29 എന്ന് റിപ്പോർട്ട്. ഇതുവരെ 28 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നെന്നും പോലീസ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ സംഭവത്തിന് ശേഷമാണോ ഈ ആളുകൾ വിദേശത്തേക്ക് കയറിപ്പോയത്, അതോ നേരത്തെ തന്നെ അവർ അവിടെ എത്തിപ്പോയതാണോ? ഈ സംഭവത്തിന് ശേഷമല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അത് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാൾ വിദേശത്തേക്ക് കടന്നു. റാന്നി മന്ദിരമ്പടി സ്വദേശി നന്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാളുടെ പേരെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഒരു പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അയാൾ വിദേശത്തേക്ക് പോയി എന്ന് പോലീസിനൊരു പ്രാഥമികമായ ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കേസിൽ അയാൾ പ്രതിയാണ്. പക്ഷേ 2 വർഷം മുൻപ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന മൊഴിയാണ് ആ പെൺകുട്ടി നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ 3 പേർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 2 ജുവനൈൽ പ്രായപൂർത്തിയാകാത്ത 2 പേരും അതുപോലെ തന്നെ ഒരു പ്രായപൂർത്തിയായ ഒരാളുമാണ് കസ്റ്റഡിയിലുള്ളത്. ഈ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. പന്തളം അതുപോലെ തന്നെ മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ കൂടി ഇപ്പോൾ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ എഫ്ഐആറുകളുടെ എണ്ണം 29ആയി. 26 ആയിരുന്നു ഉണ്ടായിരുന്നത്, 29ആയി. അറസ്റ്റിൻ്റെ എണ്ണമായിക്കോട്ടെ, പ്രതികൾ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 28ലേക്ക് തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ കൂടുതൽ, ഈ 3 അറസ്റ്റുകൾ കൂടി ഇന്ന് രേഖപ്പെടുത്തും. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് പല തിരക്കുകളിലുമാണ്. ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞ് മറ്റ് അറസ്റ്റിൻ്റെ പ്രതികളിലേക്ക് അടക്കം നീങ്ങാനാണ് തീരുമാനം. പക്ഷേ പ്രതികളെല്ലാവരും പോലീസിൻ്റെ വലയിൽ തന്നെയാണ്, സർവൈലൻസിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 2 പേർ പുറത്തുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇവർക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ളൊരു തീരുമാനമാണ് പോലീസ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമായി എടുത്തിട്ടുള്ളത്. DIG അജിത ബീഗം അന്വേഷണത്തിൻ്റെ ചുമതല ഇന്ന് അല്ലെങ്കിൽ നാളെ ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നിലവിൽ DYSP S നന്ദകുമാറും പത്തനംതിട്ട SP VG വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും പ്രതികളെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്യും. ഇനി വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളാണ്. വെറുതെ കോടതിയുടെ മുൻപിൽ പോയി നിന്ന് കേസ് പൊട്ടിപ്പോകാനുള്ള സാധ്യത അതും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി അറസ്റ്റ് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ മുന്നിൽ കൊണ്ടുവരാനാണ് തീരുമാനം. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, പെൺകുട്ടി പറഞ്ഞ 62 പേരുകൾ അത്രയൊന്നുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.